മെർലിൻ സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഓരോ കഥയും കൂടുതൽ കൂടുതൽ സൂപ്പറായി പറയാൻ എനിക്ക് ഊർജം തരുന്നേ. അപ്പോൾ ആ വിലപ്പെട്ട ലൈക്കുകൾ തീർച്ചയായും എനിക്ക് തരണം കേട്ടോ. ഇന്നൊരു പപ്പയുടെയും മോളുടെയും കഥയായാലോ? ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് അച്ഛൻ്റെയും മോളുടെയും സ്റ്റോറീസ്. അപ്പോൾ നിധി എന്നാണ് മോളുടെ പേര്. നിധിയുടെ അവധിക്കാലം. കഥ ഇതാ ഇവിടെ തുടങ്ങാണ്. നിധി എന്നുണർന്നത് വളരെ സന്തോഷത്തിലാ. എക്സാം കഴിഞ്ഞു, ഇനി ഒരു മാസത്തേക്ക് അവധി. നിധിയുടെ പപ്പയും അമ്മയും ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. മലയാളികളാണ് കേട്ടോ. അച്ഛൻ IT ഫീൽഡ്, അമ്മ ധന്യ ബാങ്ക് എംപ്ലോയി ആണ്. നിധി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണിപ്പോ. പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് നാട്ടിൽ വരുന്ന അവൾക്ക് വലിയ ഇഷ്ടമാണ്. നവീന്റെ വീട് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്താ. വൻമരങ്ങൾ നിറഞ്ഞ പറമ്പും തോടും കിളികളും ചെടികളും പൂക്കളും എല്ലാം നിധിക്ക് വേറെ ഒരു ലോകത്തെത്തിയ ഫീലാണ് നൽകുക. ബാംഗ്ലൂർ പോലെ ഒരു നഗരത്തിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ. നവീന്റെ വീടിരിക്കുന്നത് അവരുടെ 10 ഏക്കർ സ്ഥലത്തിന് നടുക്കാണ്. നവീൻ ഇളയ മകനായതുകൊണ്ട് കുടുംബ വീട് നവീനാണ് കിട്ടിയത്. അടുത്തെങ്ങും വീടുകളില്ല. പറമ്പിൽ കൂടി നല്ലൊരു തോടൊഴുകുന്നു. അതിൽ നിന്നും മീൻ പിടിക്കലാണ് അവളുടെ ഇഷ്ട വിനോദം. നിധി നാട്ടിൽ പോയിട്ടിപ്പോൾ 3 വർഷമാവുന്നു. ഇടയ്ക്കൊക്കെ നവീൻ മാത്രം പോയി വരും. അമ്മയ്ക്ക് ലീവ് കിട്ടാൻ പാടായതുകൊണ്ട് അമ്മ അധികം പോവാറില്ല. നിധിയാണെങ്കിൽ പഠനത്തിന്റെ തിരക്കിലും. ഇത്തവണ പക്ഷേ 1 മാസം ലീവ് ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ലീവില്ലാത്തതുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അമ്മ തിരിച്ചു പോരും. നവീന് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എവിടെയാണെങ്കിലും പ്രശ്നമില്ല. നാട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് അവൾ ഇപ്പോൾ വിചാരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് അമ്മ തിരിച്ചു പോരുമ്പോൾ തീർച്ചയായും കൂടെ കൂടാൻ നിർബന്ധിക്കും. പക്ഷെ പറ്റില്ല. വാശി പിടിച്ചിട്ടാണെങ്കിലും അവിടെ തന്നെ നിൽക്കണം. അവൾക്ക് പൊതുവെ പപ്പയോടാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ. അല്ലെങ്കിലും പെൺകുട്ടികളുടെ അമ്മമാർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നിധി ഒരു സുന്ദരി കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിറയെ പ്രപ്പോസൽസും കിട്ടാറുണ്ട്. സിനിമാ താരം കിയാറ അഡ്വാനിയുടെ ഒരു ലുക്കാണ് അവൾക്ക്. ഒരു 19കാരിയുടെ എല്ലാ അംഗലാവണ്യവും നിറഞ്ഞ ഉരുണ്ട ശരീരം, മനോഹരമായ ചിരി, തുടുത്ത കവിളുകൾ, നല്ല തൊടുത്തിരുണ്ട മുൻഭാഗവും ആലില ഷേപ്പും. അരക്കെട്ടാണെങ്കിലോ വളരെ മനോഹരം, താഴേക്ക് അങ്ങോട്ട് വിരിഞ്ഞു നിൽക്കും. ആരും നോക്കിപ്പോകുന്ന നല്ല ഉരുണ്ട പിന്നാമ്പുറ, മനോഹരമായ കാലുകൾ, എല്ലാം കണ്ടും ആരും ഒന്ന് കൊതിച്ചു പോകും. അത്രയ്ക്കുണ്ട് അവളുടെ സൗന്ദര്യത്തെ പറ്റി പറയാൻ. അതുകൊണ്ട് തന്നെ ധന്യ കുറച്ചധികം സ്ട്രിക്റ്റുമാണ്. അന്ന് രാത്രിയിലായിരുന്നു അവർ നാട്ടിലേക്ക് പുറപ്പെട്ടത്. കാറിലാണ് യാത്ര. നേരം പുലരുമ്പോഴേക്കും നാട്ടിലെത്താം. നിധി അമ്മയുടെ മടിയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ഇടയ്ക്ക് അവർ ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ ചുറ്റിലും മരങ്ങൾക്കിടയിലൂടെ കാർ പതിയെ ഒഴുകി നീങ്ങുന്നതാണ് കാണുന്നത്. വാവ്, സൂപ്പർ! അമ്മ അത് കണ്ടോ? എന്ത് രസമാ! അവൾ ആകെ എക്സൈറ്റഡ് ആയിരുന്നു. 9:30 ആകുമ്പോഴേക്കും അവർ വീട്ടിലെത്തി. ഒരു ലേഡിയെ വെച്ച് വീട് ക്ലീൻ ചെയ്തിരുന്നു. ബാഗ് വെച്ച് അപ്പൊ തന്നെ നിധി പുറത്തേക്കോടി. എന്തോരം മരങ്ങളാ! തൊടിയിലേക്ക് ഇറങ്ങി. അതാ പേരയ്ക്ക പഴുത്ത് കിടക്കുന്നു. വലിഞ്ഞു കയറി മരത്തിൽ നിന്ന് പറിക്കാൻ നോക്കി. മോളു എന്താ കാട്ടണേ? വീഴും, ശ്രദ്ധിക്കട്ടോ, നവീൻ വിളിച്ചു പറഞ്ഞു. ഡി, ഈ പെണ്ണ് ഒന്ന് ശ്രദ്ധിക്കും മോളെ, വന്ന് ഫ്രഷ് ആവ്. ധന്യ സ്വരം കടുപ്പിച്ചു. അവൾ നിരാശയോടെ പതിയെ ഇറങ്ങി. ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്കും നവീനോടൊപ്പം തൊടിയിൽ കറങ്ങി നടന്നു. തോട്ടിൽ നല്ല വെള്ളമുണ്ട്, പതഞ്ഞൊഴുകുന്നു. ചെറുപ്പത്തിൽ അവൾ തോട്ടിലിറങ്ങി കുളിക്കുമായിരുന്നു. പിന്നെ പിന്നെ ധന്യ സമ്മതിക്കാതെയായി. ഇത്തവണ അമ്മ പോയി കഴിഞ്ഞ് എന്തായാലും ഇറങ്ങി കുളിക്കണം. പപ്പ, ഇത്തവണ എനിക്കിത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ പപ്പയുടെ കൂടെ തിരിച്ചുള്ളൂ കേട്ടോ, പ്ലീസ് പപ്പ. അവൾ കൊഞ്ചി. നവീനെ സോപ്പിട്ടു. മതി മോളുസേ, അമ്മയോ നീ തന്നെ പറഞ്ഞ് സമ്മതിച്ചോണം. ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോ നിധി പതിയെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഏയ്, അത് വേണ്ട. ഇവിടെ മരത്തിലൊക്കെ വലിഞ്ഞു കയറും. വല്ല അപകടം പറ്റിയാലോ? ചെറിയ പെണ്ണാണെന്നാ ഇപ്പോഴും വിചാരം.
അമ്മ പ്ലീസ്. അവസാനം നവീൻ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞപ്പോ മടിയോടെ ആണെങ്കിലും ധന്യ സമ്മതിച്ചു. താങ്ക് യു അമ്മ. അവൾ എഴുന്നേറ്റ് അമ്മയെ കെട്ടിപ്പിടിച്ചു, കവിളിൽ ചുംബിച്ചു. മതി മതി നിന്റെ സോപ്പിംഗ് ഒക്കെ. കാട്ടിൽ കൂടിയൊന്നും കയറി നടന്നേക്കരുത്. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിലെ റിലേറ്റീവ്സിന്റെ വീടുകളിലൊക്കെ പോയി. സാറ്റർഡേ രാവിലെ ധന്യ തിരിച്ചും പോയി. ധന്യെ കയറ്റി തിരിച്ചു വിട്ടു വരുമ്പോഴേക്കും അവർ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു. ഇന്ന് തന്നെ തോട്ടിൽ ചാടി കുളിക്കണം, മീൻ പിടിക്കണം, ഡാഡിയുടെ കൂടെ ട്രക്കിങ്ങിന് പോണം. പപ്പ ഇന്ന് പോയാലോ മീൻ പിടിക്കാൻ? പോയേക്കാം മോളൂ. നവീൻ അവളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും തടസ്സം നിൽക്കാറില്ല. എനിക്കറിയായിരുന്നു നീ ഇതിനാ ഇവിടെ നിന്നതെന്ന്. നവീൻ ചിരിച്ചു. പിന്നെ ഇതൊക്കെ ഇപ്പോ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അവൾ കണ്ണിറുക്കി. അവർ ഫുഡ് വാങ്ങി വന്നു. കഴിച്ചു കഴിഞ്ഞ് ചൂണ്ട സെറ്റ് ചെയ്ത് പറമ്പിലേക്ക് ഇറങ്ങി. ചൂണ്ടയിടുന്നവർക്കറിയാം മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഭയങ്കര രസല്ലേ. അന്ന് നല്ല ഭാഗ്യമുള്ള ദിവസമായിരുന്നു. കുറെ മീൻ കിട്ടി, കുറെ അധികം പള്ളത്തികൾ. നിധിയാണെങ്കിലോ എക്സൈറ്റ്മെന്റിൽ തുള്ളിച്ചാടി. അവളുടെ സന്തോഷം ഇരട്ടിപ്പിച്ചുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ വാള ചൂണ്ടയിൽ കുരുങ്ങി. വാവ് പപ്പാ, സൂപ്പർ! സന്തോഷം കൊണ്ട് അവൾ വല്ലാതെ തുള്ളിച്ചാടിയിരുന്നു. നിധി നന്നായി എൻജോയ് ചെയ്തു. എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തു. അമ്മയ്ക്ക് ആദ്യം അയക്കാനൊരുങ്ങി. ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ആ ചിന്ത ക്യാൻസൽ ചെയ്തു. ഇനിയും 3 ആഴ്ചയുണ്ട്. ഇനിയും എന്തൊക്കെയാ ചെയ്യാനുള്ളേ? അവൾ പ്ലാനിങ്ങിലായിരുന്നു. വാ മോളുസേ, നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയി ഫ്രൈ ചെയ്യാം. കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം പപ്പ. അവൾ കിണുങ്ങി. നാളെ വരാം, ഫുഡ് ഉണ്ടാക്കണ്ടേ? ശരി ശരി, എങ്കിൽ പോയേക്കാം. പപ്പ നമ്മളെപ്പോഴാ കുളിക്കാൻ വരുന്നേ? അവൾ കള്ളച്ചിരിയോട് ചോദിച്ചു. നമ്മളല്ല, ഞാൻ. അവൾ കണ്ണിറുക്കിയാ പറഞ്ഞേ. എടി കള്ളി, അപ്പോ അതിനാ നീ പോവാഞ്ഞതല്ലേ? പിന്നല്ലാതെ അമ്മയ്ക്ക് പേടിയല്ലേ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. അത് വേണ്ട മോളൂ, നീ ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി കേട്ടോ. വെള്ളം മാറി കുളിച്ചാൽ വല്ല പനിയും വരും. പപ്പ പ്ലീസ്, അവൾ പിണക്കത്തോടെ വിളിച്ചു. വീട്ടിലെത്തി നവീൻ നല്ല ഫിഷ് കറി വെച്ചു. കുറച്ച് വറുത്തു. പിന്നെ ഒരു അവിയലുണ്ടാക്കി. നല്ല കുക്കാണ് നവീൻ. TV കണ്ടിരുന്ന നിധിക്ക് അവിയലിന്റെ സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ കൊതിയായി. വാവ് പപ്പ, അവിയലാണോ? അതെ മോളൂ, എന്റെ ചക്കര പപ്പ. അവൾ നവീനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. മോളൂ, പപ്പ വിയർത്ത് നിൽക്കുവാടാ. അതൊന്നും കുഴപ്പമില്ല. അവൾ കുറെ കൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു. ഇളം മാതളങ്ങൾ നവീന്റെ പുറത്തമർന്നു. അവയുടെ ആ തുടുപ്പും കൊഴുപ്പും അവന് പിന്നിൽ നന്നായി ഫീൽ ചെയ്തിരുന്നു. നവീന്റെ ഉള്ളിലൂടെ ഒരു വിറയൽ പടർന്നു. എന്ത് പെട്ടെന്നായി അവൾ വലുതായി. ആരും നോക്കി നിന്ന് പോകുന്ന ഒരു സുന്ദരി കുട്ടിയാണിപ്പോ അവൾ. പ്രായപൂർത്തിയായതിനു ശേഷം അവളുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ഒരു നിമിഷം നവീൻ അവളുടെ വളർച്ചയെപ്പറ്റി മനസ്സിലൊന്ന് റീവൈൻഡ് ചെയ്തു. പെണ്ണിന്റെ പിന്നാമ്പുറത്തെ പന്തുകളാണ് സഹിക്കാൻ പറ്റാത്തത്. നല്ല മുഴുപ്പുണ്ട്. അമ്മയെപ്പോലെയല്ല, അവൾക്ക് വേറൊരു ശരീരപ്രകൃതിയാണ്. ശരിക്കും പറഞ്ഞാൽ നവീന്റെ ഫാമിലിയിൽ നവീന്റെ പെങ്ങളുടെയൊക്കെ പോലെയുള്ള ശരീരപ്രകൃതി കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അസാധ്യ സ്ട്രക്ചർ. ഒരു 3-4 കൊല്ലം മുന്നേ വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അവളുടെ ഈ വളർച്ച. തുടുപ്പും കൊഴുപ്പും കൂടിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ടാൽ മനുഷ്യന്മാർ വല്ലാതെ കൊതിച്ചു പോകും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനാണ്. അതുകൊണ്ട് നവീൻ മനസ്സിൽ കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ചില്ല. മോളു, പപ്പയെ നീ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്യാലോ. രണ്ടുപേരും കൂടി ഫുഡൊക്കെ എടുത്തു വെച്ചു. വയറ് നിറയെ ചോറ് കഴിച്ചിട്ടാണ് നിധി അന്ന് കിടന്നുറങ്ങിയത്. എന്ത് രസമായിരുന്നു. എടുത്ത ഫോട്ടോസൊക്കെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു. എല്ലാവരും കണ്ട് കൊതിക്കട്ടെ, അവൾ മനസ്സിലോർത്തു. പിറ്റേ ദിവസം കുളിക്കാൻ പോവാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ. മോളു, പിന്നെ വെള്ളത്തിലിറങ്ങിക്കോ, തല നനയ്ക്കണ്ടോ. വല്ല പനിയും പിടിക്കും. എന്റെ പൊന്നു പപ്പ, ഒന്നും വരില്ല. അമ്മയോ ഓവർ റെസ്ട്രിക്ഷൻ, പപ്പയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. ശരി ശരി, നമ്മളിനി 3 ആഴ്ചയും കൂടി ഇവിടെ ഉണ്ട്. നീ അതോർക്കണം, പനി പിടിപ്പിക്കരുത് കേട്ടോ. അവിടേക്ക് ആരും വരില്ല. തോടൊഴുകുന്നത് പറമ്പിന്റെ ഒത്ത നടുക്ക. അടുത്തെങ്ങും വീടുകളുമില്ല. നല്ല പ്രൈവസിയാ. നവീൻ അവളെ ഒന്ന് നോക്കി. ഒരു ലൈറ്റ് ഗ്രേ ടീഷർട്ടും
മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ഷോർട്സുമാണ് ഇട്ടിരിക്കുന്നത്. കയ്യിലൊരു തോർത്തുമുണ്ട്. രണ്ടുപേരും ഒന്നിച്ചെടുത്ത് വെള്ളത്തിലേക്ക് ചാടി. അല്പനേരം സ്വിമ്മിങ്ങും, പ്രത്യേകിച്ച് വെള്ളത്തിൽ കിടന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെള്ളത്തിൽ മുക്കിക്കളിയുമൊക്കെ ആയിരുന്നു. നല്ല രസം. അവൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും മോളു നമുക്ക് പോവണ്ടേ? അവൾക്ക് മടിയായിരുന്നെങ്കിലും സമയം ഒരുപാടായെന്ന് പറയുമ്പോഴേക്കും പുറത്തേക്ക് നിധി ഇറങ്ങാൻ നോക്കി. പെണ്ണാകെ നനഞ്ഞു കുതിർന്ന നിൽക്കുന്നേ. ടീഷർട്ട് സ്കിൻ പോലെ അവളുടെ ദേഹത്ത് ഒട്ടിയിട്ടുണ്ട്. ആകെ നനയുമ്പോഴേക്കും ആ കാഴ്ചയൊന്ന് കാണണം. ടീഷർട്ട് കട്ടി കുറഞ്ഞ തുണിയായതുകൊണ്ട് അഴകളവുകൾ മുഴുവനും എടുത്തു കാണാം. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. യൗവനത്തിന്റെ എല്ലാ വശ്യമായ സൗന്ദര്യവും നിറഞ്ഞ അവളെ നവീൻ കൗതുകത്തോടെ നോക്കി. ഒരു സുന്ദരി കുട്ടിയായിരിക്കുന്നു. നല്ല സ്പോർട്സിനൊക്കെ ചേരുന്നത് കൊണ്ട് ബോഡി നല്ല ഹെൽത്തിയും ഫിറ്റുമാണ്. സ്വന്തം മകളാണല്ലോ എന്നോർത്ത് നവീൻ കഷ്ടപ്പെട്ട് നോട്ടം പിൻവലിച്ചു. അല്പം കഴിയുമ്പോഴാണ് നിധിയും സ്വന്തം ബോഡി ശ്രദ്ധിക്കുന്നേ. ശേ, പപ്പ എന്ത് വിചാരിക്കും? നാണക്കേടായല്ലോ. ഇതിപ്പോ നൂൽബന്ധമില്ലാതെ പപ്പയുടെ മുന്നിൽ നിൽക്കുന്ന ഫീലാ അവൾക്ക് കിട്ടിയിരുന്നത്. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ബോഡിയൊന്ന് മറയ്ക്കാനൊക്കെ നോക്കി. എങ്കിലും പപ്പ ഒരു മടിയുമില്ലാതെ തന്റെ ബോഡിയുടെ കാഴ്ച ഒഴിവാക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. ഇത്രയും സുന്ദരിയായിട്ടും പപ്പയ്ക്കൊന്ന് നോക്കിക്കൂടായിരുന്നോ? അവൾക്കാദ്യം അല്പം കെറിവ് തോന്നിപ്പോയി. നവീനോടുള്ള ആരാധന കൂടി അവൾക്ക്. അല്ലെങ്കിലും എല്ലാ ആൺകുട്ടികളും ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടികളുടെ ഏതെങ്കിലും ഭാഗം കണ്ടാൽ കൊതിയോടെ നോക്കും. പപ്പയുടെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ നിന്നിട്ടും എത്ര ഡീസന്റ് ആയിട്ടാണ് പപ്പ ബിഹേവ് ചെയ്യുന്നത്. അവൾക്ക് വല്ലാത്ത റെസ്പെക്ട് തോന്നിയിരുന്നു പപ്പയോട്. എന്നിട്ടും അവളുടെ മനസ്സിൽ പപ്പ നോക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. ശേ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ ചീത്ത കുട്ടിയായോ? അവൾക്ക് വിഷമം തോന്നിപ്പോയി. മോള് വാ, തണുപ്പടിച്ച് പനി പിടിക്കും, അകത്തേക്ക് പോകാം. രണ്ടുപേരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് പോയി. എന്ത് രസമുള്ള ദിവസമായിരുന്നു. അടിപൊളി ഒരു ദിവസം കൂടി കിട്ടിയതിന്റെ ആ സന്തോഷത്തിലാണ് അവൾ അന്നും കിടന്നുറങ്ങി. പിറ്റേ ദിവസം കറക്കവും തോട്ടിലെ കുളിയും മീൻപിടുത്തവും ഒക്കെയായി നന്നായി എൻജോയ് ചെയ്തു. കൂടെ ഫുഡടിയും. ആദ്യത്തെ പോലെയല്ല. ഇവിടെ വന്ന് ഒരാഴ്ച നിന്നപ്പോൾ തന്നെ നിധിക്ക് അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. ബോഡിയുടെ കൊഴുപ്പ് അല്പം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. അവൾ തക്കാളി പോലെ നന്നായി ഒന്ന് തൊടുത്തു. പതിവിലും സുന്ദരിയായി. മോളു, മുകളിലത്തെ ഷെൽഫിൽ നിന്ന് ആ പ്ലേറ്റ് എടുക്കുമോ? പപ്പ പറഞ്ഞു. കിച്ചണിലെ ധൃതിക്ക് ഫുഡുണ്ടാക്കുന്ന തിരക്കിലാണ് പപ്പ. അവൾ കൈയെത്തിച്ചത് എടുക്കാൻ നോക്കി. എത്തുന്നില്ല. കുറച്ചുകൂടി ആഞ്ഞുകൊണ്ട് അതെടുക്കാൻ നോക്കി നിധി. പെട്ടെന്നായിരുന്നു കാലൊന്ന് സ്ലിപ്പായി. അവൾ മലർന്നടിച്ചു വീണു. രണ്ട് കൈകളുടെയും മുട്ടുകുത്തിയാണ് വീണത്. വേദന കൊണ്ട് നിധി നിലവിളിച്ചു പോയിരുന്നു. മോളു! നിലവിളിച്ചുകൊണ്ട് അച്ഛൻ ഓടി വരുന്നതേ അവൾ കണ്ടുള്ളൂ. കണ്ണിൽ ഇരുട്ട് കയറി. പതിയെ ബോധം നഷ്ടമായി. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണവൾ. രണ്ട് കൈയുടെയും എൽബോയിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. പെയിൻ ഉണ്ടായിരുന്നില്ല. സെഡേറ്റീവിന്റെ ആകും. സോറി മോളു, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. പപ്പയുടെ വിഷമം കണ്ടപ്പോൾ അവൾക്കാകെ അപ്സെറ്റായി. വേദനയൊന്നും ഇല്ല പപ്പ, ഡോൺ വറി, ഇത് വേഗം മാറിക്കോളൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ വന്നിരുന്നു. ഹലോ, നിധി ഓക്കെ ആയോ? ഭാഗ്യവശാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെയർ ലൈൻ പൊട്ടിയത് മാത്രമേ ഉള്ളൂ. യു ആർ അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ്. പിന്നെ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ബാൻഡേജ് ഒഴിവാക്കാൻ പറ്റില്ല. മോൾ അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കൂ. ആൾ നല്ല ടെൻഷനിലാണ്. ഓക്കെ ഡാഡി, ഓക്കെ ഡാഡി, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പപ്പ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ആ സങ്കടത്തിനിടയിലും നിധിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു നവീൻ. ശരി, അപ്പോ റെസ്റ്റ് എടുക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ഡോക്ടർ പപ്പയെ ഓർമ്മിപ്പിച്ചു. എന്തായാലും അവധിയാണല്ലോ, ക്ലാസ്സിലൊന്നും പോണ്ടല്ലോ. ഡോൺ വറി, തീർച്ചയായും റെസ്റ്റ് എടുക്കണം. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അമ്മ കുറച്ച് പ്രശ്നമുണ്ടാക്കി. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേരും സമ്മതിപ്പിച്ചില്ല. വേണ്ട, മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്റെ ട്രെയിനിങ് മിസ്സാക്കണ്ട. ജോലിയെയും പോസ്റ്റിനെയും ഒക്കെ അത് ബാധിക്കില്ലേ? ഞാൻ ഓക്കെയാണമ്മ, പ്രശ്നമൊന്നുമില്ല. പപ്പ എന്നെ നന്നായി നോക്കുന്നുണ്ട്.
അങ്ങനെ അമ്മ വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ വരവിനെ രണ്ടാളും കൂടെ ബ്ലോക്ക് ചെയ്തു. അവൾ കട്ടിലിരുന്ന് ഓരോ സാധനങ്ങൾ എടുക്കാനും കൈ ചലിപ്പിക്കാനും ഒക്കെ നോക്കി. കഴിയുന്നില്ല. കൈ വളയ്ക്കാനേ പറ്റുന്നില്ല. ബ്രഷ് ചെയ്യാനോ കുളിക്കാനോ ഒന്ന് ഡ്രസ്സ് ഇടാനോ ടോയ്ലറ്റിൽ പോകാനോ പോലും പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ശോ, വല്ലാത്തൊരവസ്ഥ തന്നെ. പപ്പ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ എടുത്തു കൊടുത്തു. ജ്യൂസും ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ഒരു കുട്ടിയെപ്പോലെ അവളെ നോക്കി. യു ആർ സ്റ്റിൽ മൈ സ്മോൾ കിഡ്. പപ്പ എപ്പോഴും അവളോട് നെറ്റിയിലൊരു ഉമ്മയും വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 2 ദിവസമായിരുന്നു കുളിച്ചിട്ട്. ദേഹത്തൊക്കെ ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്. ഡെയിലി 2 നേരം വെച്ച് കുളിക്കുന്ന നിധിക്ക് ആകെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവൾ ആശയക്കുഴപ്പത്തിലായി. പപ്പയുടെ സഹായം തേടാൻ നാണമായിരുന്നു അവൾക്ക്. പപ്പ എന്നെ കുളിപ്പിക്കും. 8-10 വയസ്സ് വരെ പപ്പയാണ് കുളിപ്പിച്ചിരുന്നത്. പപ്പ കുളിപ്പിക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ശരീരം കൊണ്ട് ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ. തോട്ടിൽ കുളിക്കാൻ പോയപ്പോൾ തന്നെ പപ്പയുടെ മുമ്പിൽ നനഞ്ഞൊട്ടി നിന്ന അവസ്ഥ ആകെ ചമ്മലായിപ്പോയി. അപ്പൊ പിന്നെ കുളിപ്പിക്കുമ്പോഴോ അവളുടെ ദേഹത്തുകൂടെ ഒരു തരിപ്പ് പടർന്നു. പപ്പ ചിലപ്പോൾ ആരെങ്കിലും അറേഞ്ച് ചെയ്യും. വേണ്ട, അത് ഡിസ്കംഫർട്ടാവും. പപ്പ തന്നെ ചെയ്യുന്ന നല്ലത്. അതിനിടയിൽ പപ്പയെ നോക്കി അവൾ കാര്യം പറഞ്ഞു. പപ്പ, എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ട്. ഓ മോളു, നീ കുളിച്ചില്ലല്ലോ. 2 ദിവസമായല്ലേ, ഇന്ന് കുളിക്കണ്ടേ? ആ പപ്പ. അപ്പൊ എന്താ ചെയ്യാ? ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ കുളിക്ക? എന്റെ കണ്ണ് നിറഞ്ഞു. മോളു, പപ്പയില്ലേ, നീ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ ഹെൽപ്പ് ചെയ്യാട്ടോ. സങ്കടപ്പെടുമൊന്നും വേണ്ട. നീ ഓർക്കുന്നുണ്ടോ, പണ്ട് നിന്നെ കുളിപ്പിക്കാൻ വീട് മുഴുവൻ എന്നെ ഇട്ട് ഓടിക്കുമായിരുന്നു. അവൾ ചിരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. അതോ ഞാൻ കുളിപ്പിക്കുന്നത് നാണമായിട്ടാണോ? പപ്പ നിഷ്കളങ്കമായി സീരിയസ് ആയി തന്നെ ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല പപ്പ. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കറിയാമായിരുന്നു, പഴയ പോലെയല്ല ഇപ്പൊ തന്റെ ശരീരം. പപ്പ അതിനെ കുളിപ്പിക്കുന്നത് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് ചെറിയൊരു എക്സൈറ്റ്മെന്റ് തോന്നി. ഉള്ളിൽ ചെറിയൊരു ത്രില്ല്. അതോ അമ്മയോട് വരാൻ പറയണോ? വേണ്ട വേണ്ട, പപ്പ തന്നെ മതി, അവൾ പറഞ്ഞു. മോളു, നിനക്ക് നാണമാണെങ്കിൽ നീ കണ്ണടച്ചോളൂട്ടോ. പപ്പ ചിരിച്ചു. വാഷ്റൂമൊക്കെ സെറ്റാക്കി ഡ്രസ്സും ടവലുമൊക്കെ ഉപ്പ എടുത്തു വെച്ചു. പപ്പയുടെ കെയറിങ് കണ്ട് മനസ്സ് നിറഞ്ഞു പോയിരുന്നു എന്റെ. പപ്പ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നേ? മോളു, ഇതിന്റെ ഡ്യൂട്ടി അല്ലേ? ദാ ചൂടുവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്, വാ. പപ്പ എന്നെ വിളിച്ചു. ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ടീഷർട്ടും ഷോർട്സുമാണ് വേഷം. പപ്പ ഒരു സിംഗിൾ കസേര എടുത്തു, പിന്നെ ചൂടുവെള്ളവും. നീ ഈ കസേരയിൽ ഇരുന്നോളൂ. ഞാൻ അതിലിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ. എന്റെ ചങ്ക് പടപട ഇടിക്കാൻ തുടങ്ങി. മനസ്സറിയാതെ തന്നെ ഓരോ കുസൃതി കാണിച്ചു തുടങ്ങി. പപ്പ ഇതൊന്നും ശ്രദ്ധിക്കാതെ പണ്ട് എന്നെ കുളിപ്പിക്കാൻ നോക്കുന്നതും ഞാൻ പറമ്പിലൂടെ ഓടിയ കഥയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെയൊക്കെ ഞാൻ റിലാക്സ്ഡായി. പപ്പയെ ഫേസ് ചെയ്യാതെ ഇരിക്കുന്നേ. മോള് തിരിഞ്ഞിരിക്കുമോ? ഞാൻ എണീറ്റ് തിരിഞ്ഞിരുന്നു. പപ്പയ്ക്ക് മനസ്സിലായി കാണും എന്റെ കൺഫ്യൂഷൻ. ഞാൻ റിലാക്സ്ഡായി. പപ്പ എത്ര നന്നായിട്ടാണ് എന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നേ. പപ്പയോട് എത്ര റെസ്പെക്റ്റാ എനിക്ക് ആ നിമിഷം തോന്നിയത്. പപ്പ പതിയെ ടീഷർട്ടിന് താഴെ ഉയർത്തിപ്പിടിച്ചു. എനിക്ക് കൈ ഉയർത്താൻ കഴിയാത്തത് കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. അത് മാറ്റിവെച്ചു. 2 കൈകളും ചേർത്ത് പിടിക്കുമ്പോഴേക്കും എനിക്ക് വേദനയുണ്ടായിരുന്നു. പപ്പ ആ ടീഷർട്ട് ബക്കറ്റിലേക്ക് ഇട്ടു. വേദനിച്ചോ? ഇല്ല പപ്പ. എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. ചമ്മൽ പുറത്ത് കാണിക്കാതിരിക്കാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും പപ്പ അടിയിലുണ്ടായിരുന്നതും പതിയെ നൂരി. അത്യാവശ്യം നല്ല മോഡേൺ മോഡലായിരുന്നു അത്. എനിക്ക് നാണം തോന്നി. ഇത് വേണ്ടായിരുന്നു, സാധാരണ മോഡൽ ഇട്ടാൽ മതിയായിരുന്നു. പപ്പ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കോ എന്തോ. എനിക്ക് നാണമായി. അത് കഴിയുമ്പോഴേക്കും പപ്പ അത് മുരി ബക്കറ്റിലേക്ക് ഇട്ടു. മോളു, ഞാൻ നിന്റെ പിറകിലാട്ടോ. ഞാനൊന്നും കാണുന്നില്ല, ഡോൺ വറി. നാണമാണെങ്കിൽ നീ കണ്ണടച്ചോ. പപ്പ എന്നെ സമാധാനിപ്പിക്കാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വീണ്ടും ഓക്കെയായി. അല്പസമയം കഴിയുമ്പോഴേക്കും പപ്പ എന്നോട് ഷോർട്സിന്റെ കാര്യം ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. പപ്പ പറയുന്നതിനൊക്കെ ഓക്കെ പറയാൻ മാത്രമേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. എന്റെ തൊണ്ട ശരിക്കും വരണ്ടുപോയി.
പപ്പ ആ ഷോർട്സും മാറ്റി ബക്കറ്റിലേക്ക് ഇട്ടു. എൻ്റെ തൊണ്ട ആകെ വരണ്ടു. എനിക്ക് അല്ലാത്ത ഇറിറ്റേഷനായി. പക്ഷേ മനസ്സിലെന്തോ ത്രില്ല്. ഇത് മുഴുവൻ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പപ്പ നല്ല കൂളാണ്. എൻ്റെ ദേഹത്തേക്ക് നോക്കുന്ന പോലുമില്ല. എന്നെ നന്നായി കംഫർട്ടാക്കാൻ വേണ്ടിയാണ് പപ്പ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പപ്പ ഇനിയുമുള്ള ദൂരം പറയുമോ? എൻ്റെ ചങ്ക് പെരുമ്പറ മുഴക്കാൻ തുടങ്ങി. ടെൻഷൻ അടിച്ചെൻ്റെ ബോധം പോകുമോ എന്ന് തോന്നിപ്പോയി. പപ്പ എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു. ചൂടുവെള്ളം എൻ്റെ പുറത്തേക്ക് ഒഴിച്ചു. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ പപ്പയ്ക്ക് എൻ്റെ മുൻഭാഗം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആകെ ചമ്മലോടിയാണ് ഞാൻ ഇരിക്കുന്നത്. പപ്പ പഴയ കഥയൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇടാൻ തുടങ്ങി. ഓരോ സ്ഥലത്തും പപ്പ ജെന്റിലായി സോഫ്റ്റായി മസാജ് ചെയ്തു. അതിനിടയ്ക്ക്, മോളു, നീ മമ്മിയോട് നന്നായി പുറമൊക്കെ തേച്ച് തരാൻ പറയണം കേട്ടോ, നല്ല ചെളിയുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. പപ്പ നന്നായി തന്നെ എന്നെ കുളിപ്പിച്ചു. ഓരോ സ്ഥാനത്തും പതിയെ പതിയെ തൊട്ടു. പപ്പയുടെ ആ മിനുസമുള്ള കൈകളുടെ സ്പർശനം എന്നെ മറ്റേതോ ലോകത്തേക്കാണ് കൊണ്ടുപോയത്. മോളു, സോപ്പ് തേച്ചോട്ടെ, ഞാൻ മൃദുവായി മൂളി. ഇത്തവണ പപ്പ നന്നായി തന്നെ ഓരോ ഭാഗവും കഴുകി കുളിപ്പിച്ചു. വേണ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ തൊടാതെ തന്നെ പപ്പ നന്നായി അത് മാനേജ് ചെയ്തു. അതിനിടയിൽ പപ്പ ഇക്കിളിയാവുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. അയ്യടി, വലിയ പെണ്ണായി. അപ്പോഴാണ് അവളുടെ ഇക്കിളി. അടങ്ങിയിരിക്കവിടെ, പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പയുടെ നേരെ എന്നെ തിരിച്ചു നിർത്തി. അപ്പോഴും എൻ്റെ ആ മുന്നിലെ തുടുപ്പിലേക്ക് പപ്പ നോക്കുന്ന പോലുമില്ല. പഴയ 3 വയസ്സുകാരിയാണ് ഞാനെന്നാവും പപ്പ ഇപ്പോഴും വിചാരിക്കുന്നേ. പപ്പ ആ ഭാഗമൊക്കെ സോപ്പ് തേക്കാതെ ഒഴിവാക്കിയതിൽ എനിക്ക് നിരാശ തോന്നി. അല്പം കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ഒഴിച്ച് മുടിയൊക്കെ നന്നായി തുവർത്തി ടവലെടുത്ത് തുടച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിച്ചു തന്നു. കുറെ കഴിയുമ്പോഴേക്കും എനിക്ക് ഇറിറ്റേഷൻ ദേഹത്ത് കൂടിക്കൂടി വന്നു. ഫുള്ളായിട്ട് സോപ്പിടാത്തതിൻ്റെ ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കായിരുന്നു അടുത്ത കുളി വരുന്നത്. പപ്പ എന്നെ ഇന്ന് കുളിപ്പിക്കുന്നില്ലേ? പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ, മോളു, നിന്റെ കൈക്കത് ബാഡായിട്ട് സംഭവിക്കും, 2 ദിവസം കൂടുമ്പോൾ കുളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് പപ്പ വിഷയം മാറ്റി. 2ാമത്തെ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആകെ പ്രശ്നമായി. എനിക്ക് ഓരോ ഭാഗത്തും പപ്പ നന്നായി തേച്ചൊരച്ച് കഴുകാത്ത ഭാഗത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അപ്പോഴേക്കും പപ്പയുടെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഓ സോറി മോളു, ഇത് നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? മോൾക്ക് ഇറിറ്റേഷൻ ഉണ്ടല്ലേ? ശരി, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിക്കാട്ടോ. അങ്ങനെ പപ്പ ഇത്തവണ ദേഹത്ത് ഒരു തരി പോലും വസ്ത്രം മാറ്റിവെക്കാതെ നൂൽബന്ധമില്ലാതെ തന്നെ എന്നെ കുളിപ്പിക്കാൻ നോക്കി. ഒരു പുരുഷന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നതിന്റെ ത്രില്ല്, അതും എൻ്റെ സ്വന്തം പപ്പയുടെ ബോഡി നല്ല ഫിറ്റാണ്. വിരിഞ്ഞ ചെസ്റ്റും ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു സുന്ദര കുട്ടപ്പൻ. പപ്പയുടെ ആ ഭംഗിയും ലുക്കും ആ മസിലുമൊക്കെ എന്നെ വല്ലാതെ വലച്ചു കളഞ്ഞു. ആ സമയത്ത് പപ്പയുടെ മുമ്പിൽ ഈ 19കാരി നൂൽബന്ധമില്ലാതെ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ശരീരം അടഞ്ഞു നിൽക്കാതെയായി. എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ ബോഡിയെ ഞാൻ അടക്കേണ്ടതെന്ന്. പപ്പയാണെങ്കിൽ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു തരുന്നു. അങ്ങനെ ഓരോന്നും ചിന്തിക്കണ്ട എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാലും പറ്റണ്ടേ? പപ്പ എന്നെ അന്ന് നന്നായി ഡ്രസ്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് തന്നു. അതിനുശേഷം ഡ്രസ്സ് ഇടിക്കാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം ചമ്മലുണ്ടായിരുന്നെങ്കിലും പപ്പ നന്നായി തന്നെ അതൊക്കെ മാനേജ് ചെയ്തു കേട്ടോ. അന്ന് വൈകിട്ട് നീ ലൂസ് ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് എനിക്കൊരു നൈറ്റ് ഗൗൺ കൊണ്ടു തന്നു. സന്തോഷമായി എനിക്ക്. പപ്പ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എനിക്ക് ബോഡിയിൽ സ്കിന്നൊക്കെ ആകെ ഡ്രൈ ആവുന്ന പോലെ തോന്നിയത്. കുറച്ച് മസാജ് ഓയിൽ ഇടണം ഞാൻ മനസ്സിലോർത്തു. ഓയിലും ലോഷനുമൊക്കെ ഓരോ ഭാഗത്തായി ഞാൻ ഒഴിച്ചു വെച്ചു. പക്ഷേ സ്പ്രെഡ് ചെയ്യാനും ഒഴിയാനൊന്നും പറ്റുന്നില്ല. ആ സമയത്ത് പപ്പ അങ്ങോട്ടേക്ക് വന്നേ. എന്തു പറ്റി മോളെ? പപ്പ, സ്കിന്ന് ഡ്രൈ ആയിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഓ സോറി, നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ ചെയ്തു തരാലോ. എൻ്റെ മനസ്സിൽ വീണ്ടും ലഡു പൊട്ടി. പപ്പയോട് ഇങ്ങനെയൊക്കെ ചിന്തിക്കരുതെന്ന് പലവട്ടം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുവെങ്കിലും കഴിയുന്നില്ല.
പ്രായപൂർത്തിയായതിൽ പിന്നെ ഇത്രയും വികാരത്തിൽ ഞാൻ ഉളഞ്ഞു പോകുന്ന അവസരങ്ങൾ വരുന്നത് ആദ്യമായിട്ടാ. പപ്പ മസാജ് ഓയിൽ തേച്ച് ദേഹം മുഴുവനും നന്നായി ഒഴിഞ്ഞു തന്നു. ആ നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. എന്തൊരു സുഖമായിരുന്നു. ഞാൻ ഓർത്തുപോയി, പപ്പ എന്നെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പപ്പയാവട്ടെ എൻ്റെ ഓരോ ഭാഗത്തും പതിയെ പതിയെ തടവി വിടുന്നതല്ലാതെ നന്നായിട്ടൊന്ന് ആസ്വദിക്കുന്നതായി എനിക്ക് തോന്നുന്നതേയില്ല. എങ്കിലും എപ്പോഴും എൻ്റെ പിന്നാമ്പുറത്തെ പന്തുകളെ പപ്പ അത്യാവശ്യം നന്നായി തന്നെ ഹാൻഡിൽ ചെയ്തു. കള്ളൻ, ഞാൻ മനസ്സിലോർത്തു. കുറച്ച് കഴിയുമ്പോഴാണ് പപ്പ എന്നോട് ഷേവിങ്ങിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്. മോളു, ഞാനിതൊക്കെ റിമൂവ് ചെയ്ത് തരട്ടെ? മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ കളഞ്ഞിട്ടില്ലെങ്കിൽ? അതെ പപ്പ. പപ്പ പിന്നീട് എനിക്ക് വേണ്ടി നന്നായി ട്രിമൊക്കെ ചെയ്തു തന്നു. അപ്പോഴാണ് താഴത്തെ കാര്യവും കാണുന്നേ. മോളു, ഇത് ഞാൻ ചെയ്യണോ? പപ്പ ചോദിക്കുമ്പോഴേക്കും വല്ലാത്ത എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. വേണം പപ്പ. നിധിയുടെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ പപ്പ ട്രിമ്മറൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നു. അവൾ ആ ഗൗൺ അത്യാവശ്യം നന്നായി തന്നെ മാറ്റി ചെയറിലിരുന്നു. ഒരു കാലെടുത്ത് അടുത്തുള്ള മറ്റൊരു ചെയറിലും വെച്ചു. പപ്പ ട്രിമ്മിങ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴേക്കും നിധിക്കാകെ അസ്വസ്ഥതയായി. ശേ, പപ്പ കണ്ടാൽ എന്ത് വിചാരിക്കും? അതുപോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ താഴെ. ആകെ കുഴഞ്ഞു പരുവമായിട്ടുണ്ടാവും, അവൾ മനസ്സിലോർത്തു. പപ്പ നോക്കുമ്പോഴേക്കും ആ കാഴ്ച അവൾക്ക് വല്ലാത്ത ചമ്മൽ വന്നു. ഇതൊന്നും കാര്യമാക്കാതെ തന്നെ പപ്പ ട്രിം ചെയ്ത് തുടങ്ങിയെങ്കിലും പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവൾക്ക് അരക്കെട്ടിലൊരു വിറയൽ വന്നു. ശബ്ദമുണ്ടാക്കാതെ ഇത് പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും അവളുടെ സകല കൺട്രോളും പോയി. പപ്പയുടെ കൈയുടെ ചലനം ചെറിയ രീതിയിലാവുമ്പോഴേക്കും തന്നെ അവൾക്ക് വല്ലാത്ത വികാരസ്ഫോടനമുണ്ടായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ ശരിയാവില്ലെന്ന്. കാരണം അവൾ അത്രയ്ക്ക് വലഞ്ഞിട്ടുണ്ട്. നിധിയും പറഞ്ഞു, പപ്പ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പപ്പയും വിചാരിച്ചു, എങ്കിലത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നാച്ചുറലായി നടക്കുന്ന ഇതിനെ പിടിച്ചു വയ്ക്കണ്ട, അവൾ മനസ്സിലോർത്തു. അപ്പോഴേക്കും പപ്പയും അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പതിയെ അയാളൊന്ന് വട്ടത്തിൽ മസാജ് ചെയ്തു. പിന്നീട് പതിയെ പതിയെ അവൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ ആ താമരയെ തഴുകി മെല്ലെ മെല്ലെ സുഖിപ്പിച്ചു തുടങ്ങുമ്പോഴേക്കും നിധി അരക്കെട്ട് നന്നായിട്ട് പൊക്കി വായുവിൽ നിർത്തി. ശക്തമായ നിലവിളിയോടെ അവിടെ ഒരു പേമാരി തന്നെ അവൾ പേയിച്ചു. പപ്പയുടെ മുന്നിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവൾക്ക് വല്ലാത്ത ത്രില്ലും അതിലുപരി ജാള്യതയും തോന്നിയിരുന്നു. കുറ്റബോധം ഉണ്ടാവരുതേ ദൈവമേ എന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കാരണം ചിലപ്പോൾ തനിക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല, അവൾ മനസ്സിലോർത്തു. പപ്പയാവട്ടെ അവളുടെ ആ വികാരവും സീൽക്കാരവും അരക്കെട്ട് കെട്ടിവരച്ചുള്ള അവളുടെ ആ സ്ഫോടനവും ഒക്കെ കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിന്നു. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം ഉണ്ടായിരുന്നു അവളുടെ ആ ഞെരുപിരി കൊള്ളലും പൊളിച്ചിലുമൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും പപ്പയൊന്ന് ചിരിച്ചു. ആശ്വാസമുണ്ടോ മോളു? അയാൾ ചോദിച്ചു. അവൾ ചമ്മലോട് തല താഴ്ത്തി. നിധിയെ പൊക്കിയെടുത്ത് പപ്പ ബെഡിൽ കിടത്തി പുതപ്പിച്ചു. മോൾ റെസ്റ്റ് എടുക്കുക, നല്ല ക്ഷീണം കാണും. പപ്പ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കാട്ടോ. പപ്പ എത്ര ജെനുവിനായിട്ടുള്ള ആളാണ്. പപ്പയുടെ ആ കെയറിങ്ങിൽ ആൾക്ക് സന്തോഷം തോന്നി. അതുമാത്രല്ല, തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും ഒരിഷ്ടക്കേടും ഒരു വെറുപ്പും പപ്പയ്ക്ക് തോന്നിയില്ലല്ലോ. താൻ ചീത്തക്കുട്ടിയാണെന്ന് പപ്പ വിചാരിച്ചിട്ടുമില്ല. പപ്പയോട് അവൾക്ക് അതിയായ റെസ്പെക്ട് തോന്നി. സുഖമുള്ള ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിധി പതിയെ ഉറക്കത്തിൽ വഴുതിപ്പോയി. നിധിയുടെയും പപ്പയുടെയും കഥയുടെ ബാക്കി വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് സെക്കൻഡ് പാർട്ട് എന്തായാലും ഇറക്കാം. ഇതിന്റെ ഫുള്ളായിട്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലേക്ക് വന്നേക്കണേ. അടുത്ത ദിവസം സൂപ്പർ കഥയുമായിട്ട് മെർലിൻ വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.